കേരള ബാംബു ഫെസ്റ്റിൽ പ്രധാന ആകർഷണമായി ഭൂട്ടാനിൽ നിന്നുള്ള കരകൗശല വസ്തുക്കൾ, അതിജീവനത്തിന്റെ സന്ദേശവുമായി വയനാട്ടിൽ നിന്നുള്ള മുള ഉത്പന്നങ്ങളും മേളയിൽ സജീവമാണ്. ഇരുപത്തിയൊന്നാമത് ബാംബു ഫെസ്റ്റിൽ ഇത്തവണ ഭൂട്ടാനിൽ നിന്നുള്ള കരകൗശല വിദഗ്ധരുടെ അന്താരാഷ്ട്ര പങ്കാളിത്തമാണ് ശ്രദ്ധയാകർഷിക്കുന്നത്. ഭൂട്ടാനിൽ നിന്നുള്ള 3 കരകൗശല വിദഗ്ധരാണ് കൊച്ചി മറൈൻ ഡ്രൈവിൽ നടക്കുന്ന ബാംബു ഫെസ്റ്റിൽ പങ്കെടുക്കുന്നത്. ഭൂട്ടാന്റെ പരമ്പരാഗത തൊപ്പി, ബൈക്കൂർ എന്ന് വിളിപ്പേരുള്ള പല നിറത്തിലുള്ള ചെറിയ കുട്ടകൾ തുടങ്ങിയവ മേളയിലെ പ്രധാന ആകർഷണങ്ങളാണ്. The bamboo products which we have at the back are all our traditional indigenous product from Bhutan. So since we are coming here for the first time, we thought our traditional product may go very well at Kerala. So that's why we brought in only the traditional products for now. വയനാട് ദുരന്ത ഭൂമിയിൽ നിന്നും അതിജീവനത്തിന്റെ സന്ദേശവുമായാണ് തൃക്കൈപ്പറ്റ ഗ്രാമത്തിലെ ഒരു കൂട്ടം സംരംഭകർ മേളയിൽ എത്തിയത്. ചൂരൽമല ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ നിന്നും 50ഓളം കർഷകരിൽ നിന്ന് നേരിട്ട് ശേഖരിക്കുന്ന മുളയരി കേക്കും കുക്കീസും അടങ്ങുന്ന വ്യത്യസ്ത വിഭവങ്ങളാണ് ഇവർ മേളയിലെത്തിച്ചത്. വിപണി സുസ്ഥിരമാക്കുന്നതിന്റെ ഭാഗമായി വയനാട്ടിലെ കർഷകർക്ക് ഒരു കൈത്താങ് നൽകാൻ കഴിയുമെന്ന പ്രതീക്ഷയാണ് ഈ സംരംഭകർക്കുള്ളത്. ബാംബു റൈസിന്റെ 2 പ്രൊഡക്ട്സ് ആണ്. ബാംബുവിന്റെ കുക്കീസും പിന്നെ ബാംബു റൈസ് കൊണ്ടുള്ള കേക്കുമാണ്. ഇതിൽ പ്രിസർവേറ്റീവ്സ് ഇല്ല, മൈദ ഫ്രീ ആണ്. വയനാട്ടിലെ കർഷകരിൽ നിന്ന് 50ഓളം കർഷകരിൽ നിന്ന് ബാംബു റൈസ് കളക്ട് ചെയ്ത് വയനാട്ടിൽ നിന്ന് മാനുഫാക്ചർ ചെയ്ത് കോഴിക്കോട് നിന്നാണ് ഇത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത്. കർഷകരിൽ നിന്ന് വാങ്ങിയതിനു ശേഷം ഇതിനൊരു പ്രതിഫലം നമുക്ക് ദുരിതമൊക്കെ ഉണ്ടല്ലോ, അപ്പോൾ അതിനുള്ള സഹായത്തിന് വേണ്ടി ചെലവഴിക്കും. ക്രിസ്മസ് വരാനിരിക്കെ മുള കൊണ്ടുള്ള നക്ഷത്രങ്ങളും ഫെസ്റ്റിൽ സജീവമാണ്. 180 സ്റ്റാളുകളുമായി കേരളത്തിൽ നിന്ന് 300ഉം 10ഓളം ഇതര സംസ്ഥാനങ്ങളിൽ നിന്നുള്ള 50ഓളം കരകൗശല പ്രവർത്തകരും മുള അനുബന്ധ സ്ഥാപനങ്ങളും ബാംബു ഫെസ്റ്റിന്റെ ഭാഗമാണ്. ഡിസംബർ 7-ന് ആരംഭിച്ച മേള ഡിസംബർ 12-ന് അവസാനിക്കും. ന്യൂസ് മലയാളം, കൊച്ചി.